ഹലോ മൈഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ്സ് ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരാശരി 7.9%. അപ്പോൾ റിയലി നമ്മൾ എത്ര പെർസെൻറ്റേജ് കൈവരിച്ചിട്ടുണ്ട്? 8% ആണ് 11ാമത്തെ പഞ്ചവത്സര പദ്ധതി സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു: ഏത് വർഷമാണ് 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ വർഷം? 2007 മുതൽ 2012 വരെ എന്ന കാര്യം നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. 11ാമത്തെ പഞ്ചവത്സര പദ്ധതി ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്? അതായത് സമഗ്രമായിട്ടുള്ള വികസനം എന്നിട്ടുള്ള അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള വളർച്ച എന്നിട്ടുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 11ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഇപ്പൊ അവിടെ നമ്മൾക്ക് 7.9% ആണ് നമ്മൾക്ക് കിട്ടിയത്. നമ്മൾ എത്രയാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 9% ആണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. നോക്കാം നമുക്ക്. 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം 9 ആണ്. കൈവരിച്ചത് നമ്മൾ നിയർലി 8% ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് എത്രയാണ് വന്നിരിക്കുന്നത്? ക്വസ്റ്റിനകത്ത് എത്ര വന്നിട്ടുണ്ട്? 7.9%. അപ്പൊ അതങ്ങ് ക്ലിയർ ആയല്ലോ. ഇനി ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം 8.1ഉം 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം 8ഉം ആണ്. അപ്പൊ രണ്ടും 10ാമത്തെയും 12ാമത്തെയും നമ്മളിവിടെ കണക്ട് ചെയ്തങ്ങ് പഠിക്കണം. ഏതൊക്കെയാണ്? 10ഉം 12ഉം കണക്ട് ചെയ്തങ്ങ് പഠിക്കണം. അപ്പൊ അവിടെ നമുക്ക് 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 7.7 ആണ് കൈവരിച്ചത്. 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമുക്ക് 7.9, ഏകദേശം 8% നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10ന്റെയും 12ന്റെയും ലക്ഷ്യം എത്രയായിരുന്നു? 8 അച്ചീവ് ചെയ്യുക എന്നാണ്. കൈവരിച്ചത് എത്ര പെർസെൻറ്റേജ് ആണ്? 7.7 ആണ് 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ. ഇനി നമുക്ക് ഇത് മൂന്നും നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ എത്ര പെർസെൻറ്റേജ് ലക്ഷ്യമിട്ടുള്ളൂ? 5% ലക്ഷ്യമിട്ടുള്ളൂ. 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ 5.6, 9ാമത്തിനകത്ത് 6.5. അപ്പൊ നമ്മൾ ലക്ഷ്യമിട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു വെക്കണം. 7ാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ 5 ആണ്. 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ 5.6, 9 വന്നപ്പോഴത്തേക്കും 6.5. 10ഉം 12ഉം ഏകദേശം 8 സംതിങ് ആണ് വന്നിരിക്കുന്നത്. 11ാമത്തിനകത്ത് നമ്മൾ 9 വന്നിട്ടുണ്ട്. അപ്പം 7ല് 5, 8ല് 5.6, 6.5, 9. 10ലാണെങ്കിൽ എത്ര വരുന്നുണ്ട്? 8.1. 11ലാണെങ്കിൽ 9. എഗെയിൻ 12ല് 8% ലക്ഷ്യം ഇട്ടിരുന്നത്. ഇനി നമുക്ക് 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ 6%, 6.01% നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ലക്ഷ്യം നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 8ാമത്തേതാണെങ്കിൽ എത്ര വരുന്നുണ്ട്? 6.8. അപ്പൊ 5 പ്രതീക്ഷിച്ചെടുത്ത് എത്ര കിട്ടി? 6 കിട്ടി. 5.6 പ്രതീക്ഷിച്ചെടുത്ത് 6.8 കിട്ടി. 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ 5.6 ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷെ കിട്ടിയത് 6.8 കിട്ടിയിട്ടുണ്ട്. ഇനി 6.5 ആണ് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷെ കിട്ടിയത് 5.4 ആണ്. അപ്പൊ ഈ വാല്യൂസ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് 6, 8ാമത്തേനകത്ത് 6.8, 9ാമത്തേനകത്ത് എത്ര ഉണ്ടാകും? 5.4. അപ്പൊ 9ാമത്തെ 5 ഇയർ പ്ലാൻ 5.4 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. 10ാമത്തെയും 12ാമത്തെയും പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ലക്ഷ്യമിട്ടത് 8 ആണ്. പക്ഷെ 8 നമുക്ക് ഏകദേശം 7.9 കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? 11ലാണ്. ഇനി 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കൈവരിച്ചത് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 7.7 ആണ് നമ്മൾ കൈവരിച്ചത്. 7.9 11ലും കിട്ടിയിട്ടുണ്ട്. 5.4 ആയി പോയി എവിടെ? 9ല്. 6.8 എവിടെ വന്നു? 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ. 6 എവിടെ വന്നിട്ടുണ്ട്? 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ. 1ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിട്ടത് 2.1% ആണ്. പക്ഷെ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 3.6. അത് വാല്യൂസ് കൃത്യമായിട്ട് രണ്ടും പഠിച്ചു വെക്കണം. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ 2.1 ആണ് 1ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ലക്ഷ്യമിട്ടതെങ്കിലും 3.6 വളർച്ച നമ്മൾ കൈവരിച്ചു. 2ാമത്തെ ആയപ്പോഴത്തേക്കും നമ്മൾ 4.5 ലക്ഷ്യമിട്ടു. കുറച്ച് വ്യത്യാസം മാത്രമേ വന്നുള്ളൂ. 4.27 ആണ് കിട്ടിയിരിക്കുന്നത്. 2ാമത്തേതായപ്പോൾ 4.5 ലക്ഷ്യമിട്ടു, 4.27 ആണ് നമുക്ക് ഗെയിൻ ചെയ്തത്.
ഇനി മൂന്നാമത്തേനകത്താണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഡ്രോപ്പ് ആണ് സംഭവിച്ചത്. സോ 5.6 ആണ് നമ്മൾ ലക്ഷ്യമിട്ടത്, അതിന്റെ പകുതിയോളവേ നമുക്ക് കിട്ടിയുള്ളൂ. 2.4 മാത്രമാണ് കിട്ടിയത്. നാലാമത്തേനകത്ത് നമ്മൾ ലക്ഷ്യമിട്ടത് അഗെയിൻ സെയിം പോയിന്റ് തന്നെ 5.6 ആണ്, കൈവരിച്ചത് 3.3 ആണ്. ഇനി അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ 4.4 കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു, 4.8 കിട്ടി. ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ 5.2 അതിന് കൈവരിച്ചത് 5.7 ആണ്. ആറാമത്തെ പഞ്ചവത്സര പദ്ധതി ലാഭമായിരുന്നു. അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അപ്പം ഇവിടെ ഫ്ലോപ്പ് ആയത് ഏതൊക്കെ പദ്ധതികളായിരുന്നു? മൂന്നാമത്തെ പദ്ധതി പകുതിയോളമേ കിട്ടിയുള്ളൂ. 5.6 നാലാമത്തേനകത്ത് പ്രതീക്ഷിച്ചു, 3.3 മാത്രമാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ പദ്ധതി നമുക്ക് അതൊന്ന് നോക്കാം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. അതായത് 2.1 പ്രതീക്ഷിച്ചെടുത്ത് 3.6 നമ്മൾക്ക് കിട്ടി ഒന്നാമത്തേനകത്ത്. രണ്ടാമത്തേനകത്ത് 4.5 പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയത് 4.27 ആണ്, കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്. ഇനി 5.6 നമ്മൾ പ്രതീക്ഷിച്ചു, കൈവരിച്ചത് 2.4 ആണ്. ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു ആ മൂന്നാമത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് 5 ഇയർ പ്ലാനിനകത്തും നഷ്ടമായിരുന്നു വന്നിരിക്കുന്നത്. അപ്പം ഈ തുടർച്ചയായിട്ട് എവിടെ വരുന്നുണ്ട്, 2, 3, 4കളിലൊക്കെ ഇടിവ് സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊന്ന് കയറി വന്നത് എത്രാമത്തെ 5 ഇയർ പ്ലാനിലാണ്? അഞ്ചാമത്തെ 5 ഇയർ പ്ലാനിലാണ്. 4.4 നമ്മൾ ലക്ഷ്യം വെച്ചു, 4.8 നമുക്ക് കിട്ടി. 4.4 നമ്മൾ ലക്ഷ്യം വെച്ചു, 4.8 നമുക്ക് കിട്ടി. അപ്പൊ അതൊരു ഗ്രോത്ത് ആയിരുന്നു. ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയിലും കുറച്ച് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, 5.2 5.7. ഇപ്പൊ നമ്മളൊരു ഏകദേശ സംഖ്യയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പൊ എവിടെ മുതലാണ് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ 4നകത്ത് മാത്രം, അതായത് 5ൽ താഴെ തന്നെയാണ് നിൽക്കുന്നത്. ആറാമത്തെ പഞ്ചവത്സര പദ്ധതി ആയപ്പോൾ 6നോട് അടുക്കുന്നുണ്ട്, 5.7 ആയിട്ടുണ്ട് വാല്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ ആദ്യത്തെ 6 പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പദ്ധതി ലാഭകരമായിരുന്നു. അതിനുശേഷം അഞ്ചാമത്തെയും ആറാമത്തേതുമാണ് കുറച്ചുകൂടെ നേട്ടം കൈവരിച്ചത്. മൊത്തത്തിൽ 12 പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടെങ്കിലും 12ാമത്തേത് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പായി പോയി. അപ്പൊ അവിടെ നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള 11 പഞ്ചവത്സര പദ്ധതികളാണ് ഉള്ളത്, ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 2.1 വിചാരിച്ച സമയത്ത് 3.6 കിട്ടി, അതൊരു ലാഭം. പിന്നെ രണ്ടാമത്തേതായപ്പോൾ 4.5 നമ്മൾ ലക്ഷ്യം വെച്ചു, പക്ഷെ കൈവരിച്ചത് എത്ര കിട്ടിയുള്ളൂ? 4.27 മാത്രമേ കിട്ടിയുള്ളൂ. മൂന്നാമത്തതും നാലാമത്തതും ഫ്ലോപ്പ് ആയിരുന്നു. 5.6 പ്രതീക്ഷിച്ചു, 2.4 കിട്ടിയുള്ളൂ. നാലാമത്തത് 5.6 പ്രതീക്ഷിച്ചു, 3.3 ആണ് കിട്ടിയിരിക്കുന്നത്. അഞ്ചാമത്തത് വന്നപ്പം 4.4 പ്രതീക്ഷിച്ചു, പക്ഷെ 4.8ലേക്ക് വന്നിട്ടുണ്ട്. ആറാമത്തേനകത്ത് ആയപ്പോഴത്തേക്കും 5.2 നിന്ന് 5.7ലേക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഏഴാമത്തെ 5 ഇയർ പ്ലാനിനകത്ത് വന്നപ്പോൾ 5ൽ നിന്ന് 6ലേക്ക് വന്നു. 5.6 പ്രതീക്ഷിച്ചെടുത്ത് 6.8 വന്നു. അപ്പം നമുക്ക് 7ഉം 8ഉം എന്തായിരുന്നു? ലാഭകരം ആയിരുന്നു. ഒൻപതാമത്തെ ആണെങ്കിൽ എന്ത് ചെയ്തു? നഷ്ടം വന്നു. ഇപ്പൊ താപ്പോട്ട് വന്നിരിക്കുന്ന പദ്ധതിയാണ് ഏത്? ഒമ്പതാമത്തതും. പിന്നെ 10ാമത്തെ പഞ്ചവത്സര പദ്ധതി 8 പ്രതീക്ഷിച്ചു, അവിടെയും 7.7 മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത്യാവശ്യം എനിക്കറിയാം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിച്ചു വെക്കാൻ, പക്ഷെ എന്നാലും നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് പഠിച്ച് വെച്ചിരിക്കേണ്ടതാണ് എങ്ങനെയെങ്കിലും, കേട്ടോ. നോക്കാം, ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് പറയാം. ഏഴാമത്തേനകത്ത് നമ്മൾ 5 ലക്ഷ്യമിട്ടു, 6 കിട്ടി. 8നകത്ത് നമുക്ക് 6.8 കിട്ടി. 9ാമത്തേനകത്ത് 5.4, 10നകത്ത് 7.7, 11നകത്ത് 8%, 12നകത്ത് ലക്ഷ്യം 8 ആയിരുന്നു. അപ്പൊ നമ്മളുടെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ലക്ഷ്യമിട്ടെന്നല്ല, 2 രീതിയിൽ നമുക്ക് ചോദ്യം വരാവുന്നതാണ്. അപ്പൊ കൈവരിച്ചത് 7.9 വരുന്നത് എത്രയാണ്? 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചോദിക്കാവുന്നതാണ്? 6.8 എന്ന് പറയുമ്പോൾ ഏത് പറയാം? 8ാമത്തത്. 5.4 ഏതിൽ വന്നു? 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ വന്നു. 5.7 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ. അപ്പൊ അങ്ങനെ നിങ്ങൾ തന്നെ ഓപ്ഷൻ ഇട്ടിട്ടൊന്ന് ചെയ്ത് അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അപ്പൊ അതായത് കൈവരിച്ചത് 3.6 ഒന്നാമത്തത്, 2.4 ആണ് കിട്ടിയത്. അത് എവിടെയാണ്? 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ. 4.8 കിട്ടിയത് എവിടെയാണ്? അത് 5ാമത്തത്. 5.7 ആണെങ്കിൽ 6,
ഇനി 5.4 വന്നു. 9ാമത്തെ പഞ്ചവത്സര പദ്ധതി ആയപ്പോഴത്തേക്കും നല്ല ഒരു ഇടിവ് ഉണ്ടായിട്ടുണ്ട്. 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ 5.4 ആണ് വന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ജനസംഖ്യാപരമായ പരിവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ മരണനിരക്ക് ഉയർന്നതായിരുന്നു, കുറഞ്ഞ ജനനനിരക്ക് കാണപ്പെട്ടു, വൈദ്യസഹായത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു, ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3, 1, 2, 2, 3, 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ജനസംഖ്യാപരമായ പരിവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ഇപ്പൊ നോക്കാം. ജനസംഖ്യാപരമായ പരിവർത്തനത്തിന് പ്രധാനമായിട്ടും എത്ര ഫേസ് ഉണ്ട് നമ്മൾ പഠിച്ചു നോക്കണം. 3 ഘട്ടങ്ങൾ ഉണ്ട്. അപ്പൊ അതും ഒരു PYQ ആണ്. അവിടെ നമുക്ക് നോക്കാം 3 ഫേസിനകത്തും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം പഠിച്ചു വെക്കേണ്ടതാണ്. ഉയർന്ന ജനന നിരക്കുണ്ടായിരുന്നു, ഉയർന്ന മരണനിരക്കും ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ എന്തുണ്ടായിരുന്നു? ഉയർന്ന ജനന നിരക്കും ഉയർന്ന മരണനിരക്കും ആണ്. അപ്പൊ ഉയർന്ന മരണനിരക്ക് ഉയർന്നതായിരുന്നു, അത് ശരിയാണല്ലോ. പിന്നെ കുറഞ്ഞ ജനന നിരക്ക് ആണോ? അല്ല. അപ്പൊ രണ്ടും എന്തായിരുന്നു? ഉയർന്ന മരണനിരക്കും ഉയർന്ന ജനന നിരക്കും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഉയർന്ന ജനന നിരക്കും കാണപ്പെട്ടു എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. അടുത്ത പോയിന്റ് നോക്കാം. നിരക്ഷരത. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ എന്തുണ്ടായിരുന്നു? പിന്നെ സാക്ഷരതയുടെ ടൈമൊന്നും അല്ലായിരുന്നു. അപ്പൊ അറിവില്ലായ്മ ഒരു പ്രശ്നമാണ്. അപ്പൊ ആദ്യഘട്ടത്തിൽ വൈദ്യസഹായത്തിന്റെയും ശുചിത്വത്തിന്റെയും അഭാവം ഉണ്ടായിരുന്നു. സമ്പദ് വ്യവസ്ഥ പ്രാകൃതവും പ്രാഥമികവും കൃഷി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ എന്തില്ലായിരുന്നു? വേണ്ടത്ര രീതിയിലുള്ള എക്കണോമി ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രാകൃതമായിട്ടുള്ളതും പ്രാഥമികവും കാർഷികവുമായിട്ടുള്ള മേഖലകളിലായിരുന്നു കൂടുതലും ഫോക്കസ് വന്നിരുന്നത്. ഇനി ഉയർന്ന വളർച്ചാ സാധ്യതയുള്ളൊരു ഘട്ടമായിരുന്നു. ഇനി അതേസമയം എങ്കിൽ യഥാർത്ഥ വളർച്ച കുറവാണ്. വളർച്ചാ സാധ്യതയുള്ളൊരു കാലഘട്ടമായിരുന്നു, പക്ഷെ യഥാർത്ഥ വളർച്ച ആ ഒരു ടൈമിലും ഇല്ലായിരുന്നു. അപ്പൊ ജനനനിരക്കും മരണനിരക്കും കൂടുതലായിരുന്നു. വൈദ്യസഹായത്തിന്റെ അഭാവവും ശുചിത്വത്തിന്റെ അഭാവവും ഉണ്ടായിരുന്നു. സാക്ഷരതയില്ലായിരുന്നു. സമ്പദ് വ്യവസ്ഥ പ്രാഥമികവും കാർഷികവും ഒക്കെ ആയിരുന്നു. വളർച്ച സാധ്യതയുള്ള ഒരു കാലഘട്ടം ആയിരുന്നു ഉണ്ടായിരുന്നത്, എങ്കിൽ യഥാർത്ഥ വളർച്ച കുറവാണ്. അടുത്തത് നോക്കാം. 2ാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ കുടുംബത്തിന്റെ ശരാശരി വലുപ്പത്തിന്റെ വളർച്ച. 2ാമത്തെ ഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും കുടുംബ വലുപ്പം എന്തായി? ശരാശരിയായി. വരുമാന നിലയിൽ എന്തുണ്ടായി? വർധനമുണ്ടായി. 2ാമത്തെ ഫേസ് വന്നപ്പോഴത്തേക്കും വരുമാന നിലയിൽ വർധനമുണ്ടായി. ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ എന്ത് സംഭവിച്ചു? പുരോഗതി ഉണ്ടായി. അപ്പൊ ആരോഗ്യ പരിപാലനവും വിദ്യാഭ്യാസത്തിലും പുരോഗതി ഉണ്ടായി. മരണനിരക്ക് കുറഞ്ഞു. അപ്പം 2ാമത്തെ ഘട്ടത്തിനകത്ത് 4 സ്പെസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ എന്തൊക്കെ പറയണം? കുടുംബത്തിന്റെ ശരാശരി വലിപ്പത്തിന്റെ വളർച്ച. അപ്പൊ ശരാശരിയായി, അതായത് ആവറേജ് ആയി കുടുംബത്തിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ. വരുമാനത്തിൽ വർധനവുണ്ടായോ എന്ന് ചോദിച്ചാൽ 2ാമത്തെ ഫേസ് ആയപ്പോൾ ഉണ്ടായി. ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ എന്തുണ്ടായി? പുരോഗതി ഉണ്ടായി. മരണനിരക്ക് കുറഞ്ഞു. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ ഘട്ടമായപ്പോഴത്തേക്കും ചെറിയ കുടുംബം, കുറഞ്ഞ ജനസംഖ്യാ വളർച്ചാ നിരക്ക് അനുഭവപ്പെട്ടതാണ് 3ാമത്തെ ഘട്ടം. ആധുനികവൽക്കരണവും വ്യാവസായികവൽക്കരണവും 3ാമത്തെ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ജനനനിരക്കും മരണനിരക്കും കുറഞ്ഞു. ജനനനിരക്കും മരണനിരക്കും കുറഞ്ഞത് ഏതാണ്? 3ാമത്തെ ഘട്ടത്തിലാണ്. മരണനിരക്ക് മാത്രം കുറഞ്ഞു എവിടെ? 2ാമത്തെ ഘട്ടത്തിൽ. അപ്പൊ 2ാമത്തെ ഘട്ടമായ സമയത്ത് കുറച്ചുകൂടെ ബെറ്ററായി. ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പുരോഗതി ഉണ്ടായി. മരണനിരക്കൊക്കെ കുറഞ്ഞു. പക്ഷെ ജനനനിരക്കും മരണനിരക്കും കുറഞ്ഞത് 3ാമത്തെ ഘട്ടവും കൂടിയത് എത്രാമത്തെ ഫേസുമാണ്? 1ാമത്തെ ഫേസുമാണെന്ന കാര്യം ഓർത്തു വെച്ചേക്കാം. ആധുനികവൽക്കരണം, വ്യവസായവൽക്കരണം 3ാമത്തത്. ചെറിയ കുടുംബം പറഞ്ഞാൽ 3ാമത്തത്. കുടുംബത്തിന്റെ ആവറേജ് സൈസ് ചോദിക്കുമ്പോൾ 2ാമത്തെ ഘട്ടം. വരുമാനത്തിൽ വർധനവ് തുടങ്ങി 2ാമത്തെ കാലഘട്ടത്തിൽ ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിട്ട് നമുക്ക് വരുന്നതാണ്? ഇപ്പൊ ഏത് വരും? 1ാമത്തെ, അതായത് ജനസംഖ്യാപരമായ പരിവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ മരണനിരക്ക് ഉയർന്നതായിരുന്നു, ജനനനിരക്ക് ഉയർന്നതായിരുന്നു. അപ്പം കുറഞ്ഞതല്ല. വൈദ്യസഹായത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഏതാണ് ആൻസർ വരുന്നത്? 1, 3 ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇത് രണ്ടും നമ്മൾ PYQ ആണ് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഏരിയാസ് ആണ് നമ്മൾ ഇന്ന്
കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര് CG ബിജൂസ് അക്കാദമി എന്നിട്ടാണ്. അപ്പം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണ്. PSC സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കവിടെ അപ്ഡേഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പം ശരി, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.